നാഷണൽ ഹെറാൾഡ് കേസിൽ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ആശ്വാസം. ഇരുവർക്കുമെതിരായ ഇഡി കുറ്റപത്രം ഡൽഹി റൌസ് അവന്യൂ കോടതി തള്ളി. സ്വകാര്യ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തതെന്നും അതിനാൽ PMLA ആക്ട് പ്രകാരം ഇഡി കുറ്റപത്രം നിലനിൽക്കില്ല എന്നും കോടതി വ്യക്തമാക്കി. ആർ അച്യുതൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, എന്താണ് കോടതി വ്യക്തമാക്കുന്നത്? സത്യം ജയിച്ചു എന്നാണ് കോൺഗ്രസിന്റെ പ്രതികരണം. അന്വേഷണം തുടരാം എന്നുകൂടി കോടതി വ്യക്തമാക്കുന്നുണ്ട്. വിവരങ്ങൾ ആർ അച്യുതൻ. റിജിത്ത്, നാഷണൽ ഹെറാൾഡ് കേസിൽ ഈ കമ്പനികൾ തമ്മിലുള്ള ഈ ഇടപാടിൽ സാമ്പത്തിക ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നതായിരുന്നു ഇഡിയുടെ ആരോപണം. തുടർന്നായിരുന്നു കഴിഞ്ഞ ഏപ്രിലിൽ സോണിയാഗാന്ധിക്കെതിരെയും രാഹുൽ ഗാന്ധിക്കെതിരെയും ഇഡി ഈ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചത്. എന്നാൽ ഇന്ന് ഈ കുറ്റപത്രം നിലനിൽക്കുമോ എന്നതിലാണ് ഇന്ന് റൌസ് അവന്യൂ കോടതി ഉത്തരവ് പറഞ്ഞത്. ആ ഘട്ടത്തിലാണ് നിലവിൽ ഈ അന്വേഷണവുമായി മുന്നോട്ട് പോകാമെങ്കിലും നിലവിൽ സമർപ്പിച്ചിരിക്കുന്ന കുറ്റപത്രം നിലനിൽക്കില്ല എന്ന് റൌസ് അവന്യൂ കോടതി പറഞ്ഞത്. അതിൻ്റെ കാരണം കേസിൽ FIR രജിസ്റ്റർ ചെയ്തിട്ടില്ല. സ്വകാര്യ പരാതിയുടെ അടിസ്ഥാനത്തിൽ നൽകിയ അല്ലെങ്കിൽ ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ എടുത്ത കേസാണ്. അതുകൊണ്ട് തന്നെ അത് കള്ളപ്പണം വെളുപ്പിക്കൽ ആക്ട് പ്രകാരം PMLA ആക്ട് പ്രകാരം നിലനിൽക്കില്ല എന്നായിരുന്നു കോടതി നിരീക്ഷിച്ചത്. ഒപ്പം തന്നെ ഇതിൽ ഡൽഹി പോലീസിന്റെ സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗം ഗൂഢാലോചന കേസ് ചുമത്തിയിട്ടുണ്ട്. ആ കേസിൽ തുടർ നടപടികൾ EDക്ക് നടത്താം എന്നൊരു നിരീക്ഷണവും കോടതി നടത്തിയിട്ടുണ്ട്. നിലവിൽ ED സമർപ്പിച്ച കുറ്റപത്രമാണ് റൌസ് അവന്യൂ കോടതി ഇന്ന് തള്ളിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.